നീ എന്നെ ഒന്ന് വിളിച്ചു പറയാനും ചെയ്യാതെ ഇങ്ങ് പോ. ഒന്നുമില്ല, എനിക്ക് ഇങ്ങോട്ട് വരണം തോന്നി വന്നു. എന്റെ വീട്ടിലോട്ട് വരണം എനിക്ക് വിളിച്ചു പറഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നുമില്ലോ. അങ്ങോട്ട് ഇങ്ങ് പോകുന്നു. നീ എന്നോട് ദേഷ്യപ്പെടാതെ നീ കാര്യം പറ. ഞാൻ തൽക്കാലം കുറച്ചു നാളത്തേന് അങ്ങോട്ട് പോകുന്നില്ല. എന്റെ വാക്കിനും വിലയുണ്ടോന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. ആ, ഇത് തന്നെയാ ഞാൻ അന്നേ പറഞ്ഞത്. നിനക്കല്ലായിരുന്നു അവനെ കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞ ഭയങ്കര അങ്ങോട്ട് നിർബന്ധം. ഇത് ഞാൻ അന്നേ ഞാൻ പറഞ്ഞല്ലേ അവൻ ശരിയല്ലാന്ന്. അവന് ശരിയല്ല, അവന്റെ കുടുംബം ശരിയല്ല. ഞാൻ അന്നേ പറഞ്ഞതാ. നീ അനുഭവിച്ചു. എന്തൊരു നിർബന്ധമായിരുന്നു, അവനെ തന്നെ വേണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്നങ്ങോട്ട് എന്തോ ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഇപ്പൊ നീ അനുഭവിച്ചോ. എനിക്ക് അന്നേ അവനെ ഇഷ്ടമല്ലായിരുന്നു. അവന്റെ ആ ദേഷ്യവും ആ നോട്ടവും ഒന്നും എനിക്ക് അന്നേ ഇഷ്ടമല്ലായിരുന്നു അവനെ. അല്ലെങ്കിൽ തന്നെ അവൻ എന്നാ ഉള്ളേ? അവന് നല്ലൊരു ജോലിയുണ്ടോ? അവനൊരു സൗന്ദര്യം ഉണ്ടോ? അവന്റെ കുടുംബക്കാർക്ക് എന്നാ ഉള്ളേ? ഇവിടുന്ന് കുറച്ച് പൈസ എങ്ങാണ്ടായി എന്ന് വിചാരിച്ചിട്ട് എന്നാ ഉള്ളേ അവന്? എനിക്കിഷ്ടമല്ലായിരുന്നു, അന്നേ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്റെ ഒരാളുടെ നിർബന്ധത്തിന് കെട്ടിച്ചു വിട്ടതാ. ഇപ്പൊ നീ അനുഭവിച്ചോ. ഇനിയിപ്പോ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞാൻ അന്നേ അവനെ അങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നു. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. അമ്മ ആരെക്കുറിച്ച് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്റെ കുട്ടീനെ കുറിച്ചാ. ഇപ്പൊ കുഴപ്പം മൊത്തം എന്റെ ആയോ? ഇത് ഇത്രയും നേരം നീയല്ലേ അവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം? ആ, എന്റെ കെട്ടിയവനെ ഞാൻ പറയും. അതെന്റെ കെട്ടിയവനാ എന്ന് വെച്ചിട്ട് വേറെ ആരും അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അമ്മ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരുന്നല്ലേ ഇത്രയും നാളെ ഇങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നേ. ആ, ഇതാ നിന്റെ ഒന്നും കാര്യത്തിൽ ഇടപെടാത്തെ. ഇപ്പൊ ഞാൻ കുറ്റക്കാരി, അവളുടെ കെട്ടിയവൻ നല്ലതുമായി. ഞാനിപ്പോ ഇവിടെ വന്നതല്ലേ കുറ്റം. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. ഞാൻ പറയട്ടെ, നിങ്ങൾ നിന്നേ. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. ഇപ്പൊ ഞാനെന്തോ ചെയ്ത പോലെയായല്ലോ.